2025 മാറി വന്ന 6ാം ക്ലാസ് അറബിക് പാഠപുസ്തകം പരിചയപ്പെടാം. ഇതിൽ 6 യൂണിറ്റുകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ യൂണിറ്റ് സഖാഫ എന്നാണ് പേര്. സഖാഫ മീൻസ് സംസ്കാരം, കൾച്ചർ. ഇതിലെ ഒന്നാമത്തെ പാഠം ഫി മഹദിൽ ഹലാറ, നാഗരികതയുടെ തൊട്ടിലിൽ. സഖാഫത്തിൻ്റെ കൂടെ തന്നെ വരുന്നൊരു പദമാണ് ഹലാറത്ത്. ഹലാറത്ത് മീൻസ് നാഗരികത. ഹലാറത്ത് എന്നതുകൊണ്ട് ഉദ്ദേശം ഒരു സമൂഹത്തിൻ്റെ ജീവിത വ്യവസ്ഥയും അവരുടെ നിർമ്മാണങ്ങളും ഒക്കെയാണ്. ഈ പാഠം എന്താണെന്ന് നോക്കാം. ഈ ചിത്രത്തിൽ കാണുന്നത് ഇന്ത്യയിലെ പഴയ പല സമൂഹങ്ങളുടെയും നാഗരികതകളുടെ അടയാളങ്ങളാണ്. പാഠം എന്താണെന്ന് നോക്കാം. ഫി മഹദിൽ ഹലാറ, നാഗരികതയുടെ തൊട്ടിലിൽ. കാന ദാലിക സബാഹു അക്സറ ജമാലൻ, ആ പ്രഭാതം കൂടുതൽ മനോഹരമായിരുന്നു. കാന ദാലിക സബാഹു, ആ പ്രഭാതമായിരുന്നു അക്സറ ജമാലൻ, കൂടുതൽ മനോഹരമായത്. ജമാൽ സൗന്ദര്യം, ഭംഗി. അക്സറ ജമാലൻ, കൂടുതൽ ഭംഗിയുള്ളത്. റക്കിബ്ന അസ്സയ്യാറത്ത, ഞങ്ങൾ കാറിൽ കയറി. വ അസ്റഅത്ത് ബിന, അത് ഞങ്ങളെയും കൊണ്ട് കുതിച്ചു പാഞ്ഞു. അസ്റഅ മീൻസ് വേഗം പോയി, സ്പീഡിൽ പോയി. കുൻതു ഫരിഹൻ ജിദ്ദൻ, ഞാൻ വളരെയധികം സന്തോഷവാനായിരുന്നു. ഇന്തമ അദ്ഹബു ഇലൽ മത്താർ, എയർപോർട്ടിലേക്ക് പോകുമ്പോൾ. ഇന്തമ ചെയ്യുമ്പോൾ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് ഇന്തമ ഉപയോഗിക്കുന്നത്. കുൻതു ഫരിഹൻ ജിദ്ദൻ, ഞാൻ വളരെയധികം സന്തോഷവാനായിരുന്നു. എപ്പോൾ? ഇന്തമ അദ്ഹബു, ഞാൻ പോകുമ്പോൾ. ഇലൽ മത്താർ, മത്താറിലേക്ക്, എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ വളരെയധികം സന്തോഷവാനായിരുന്നു. ഹാദിഹി റിഹലത്തി അൽ ഊല ഫി ത്വാഇറ, ഇതാണ് സന്തോഷത്തിൻ്റെ കാരണം. എന്താണിത്? ഇതെൻ്റെ വിമാനത്തിലുള്ള ആദ്യത്തെ യാത്രയായിരുന്നു. ഹാദിഹി റിഹലത്തി അൽ ഊല, അൽ ഊല മീൻസ് ഫസ്റ്റ്, ആദ്യത്തെ. റിഹലത്തി യാത്ര, ഇതെൻ്റെ ആദ്യ യാത്രയായിരുന്നു. ഫി ത്വാഇറത്തി, വിമാനത്തിലുള്ള. ആദ്യമായി വിമാനത്തിൽ കയറാൻ പോവുകയാണ്. അതിൻ്റെ ഒരു ത്രില്ലിലാണുള്ളത്. ഉസാഫിറു മഅ അബി വ ഉമ്മി വ ഉഖ്തി അസ്സഗീറ, ഞാൻ യാത്ര ചെയ്യുന്നത് എൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും ചെറിയ സഹോദരിയുടെയും കൂടെയാണ്. സാഫറ യുസാഫിറു, യാത്ര ചെയ്യുക. കാനത്ത് ഹാദിഹി റിഹലത്തു മിൻ ഉംനിയാത്തി, ഈ യാത്ര എൻ്റെ അഭിലാഷങ്ങളിൽപ്പെട്ടതായിരുന്നു. കാനത്ത് ഹാദിഹി റിഹലത്തു, ഈ യാത്ര ആയിരുന്നു. മിൻ ഉംനിയാത്തി, എൻ്റെ ആഗ്രഹങ്ങളിൽപ്പെട്ടത്. ഉംനിയത്തുൻ ജമ ഉംനിയാത്ത്, ആഗ്രഹം, അഭിലാഷം. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ യാത്ര. എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് നോക്കാം. സമയത്തു അൻ മിസ്ര വ താരിഖിഹ കസീറൻ, ഈജിപ്തിനെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. സമയത്തു, ഞാൻ കേട്ടു. അൻ മിസ്ര, മിസ്റിനെക്കുറിച്ച്, ഈജിപ്തിനെക്കുറിച്ച്. വ താരിഖിഹ, അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും. കസീറൻ, ധാരാളമായി. അപ്പോൾ ഇവൻ പോകുന്നത് ഈജിപ്തിലേക്കാണ്, മിസ്റിലേക്കാണ്. ഈജിപ്ത് എവിടെയാണ്? ആഫ്രിക്കൻ വൻകരയിലുള്ളൊരു രാജ്യമാണ്, ഒരു അറബ് രാഷ്ട്രമാണ് മിസ്ർ അഥവാ ഈജിപ്ത്. ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് മിസ്ർ. ത്വാറത്തി ത്വാഇറത്തു ഫൗഖൽ ജിബാലി വൽ അൻഹാരി വൽ ഗാബാത്തി വൽ ബിഹാരി, വിമാനം കടലുകൾക്കും കാടുകൾക്കും പുഴകൾക്കും മലകൾക്കും മീതെ പറന്നു. ബഅദ സഅത്തിൻ, മണിക്കൂറുകൾക്ക് ശേഷം. ഹബത്തത്തി ത്വാഇറത്തു ഫി മതാരിൽ ഖാഹിറ, വിമാനം കൈറോ എയർപോർട്ടിൽ ഇറങ്ങി. സഅത്തുൻ ജമ സഅത്ത്, മണിക്കൂറുകൾ. ഹബത്ത, ലാൻഡ് ചെയ്തു. വിമാനം ലാൻഡ് ചെയ്യുന്നതിനാണ് ഹബത്ത എന്ന് പറയുക. ഹബത്തത്തി ത്വാഇറത്തു, വിമാനം ലാൻഡ് ചെയ്തു. ഫി മതാരിൽ ഖാഹിറ, അൽ ഖാഹിറ എയർപോർട്ടിൽ. അൽ ഖാഹിറ ഹിയ ആസിമത്തു മിസ്ർ, മിസ്റിൻ്റെ തലസ്ഥാനമാണ് അൽ ഖാഹിറ അഥവാ കൈറോ എയർപോർട്ടിൽ വിമാനം ഇറങ്ങി. അങ്ങനെ ദഹബ്ന ഇലൽ ഫുന്ദുഖ്, ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയി. ഞങ്ങൾക്ക് താമസിക്കാനുള്ള ഹോട്ടലിലേക്ക് പോയി എയർപോർട്ടിൽ നിന്നും. ഫി സയ്യാറത്തിൽ ഉജറ, ടാക്സിയിൽ. സയ്യാറ ഉജറ മീൻസ് ടാക്സി. ഇസ്തഖ്ബലന അൽ മുവല്ലഫു ബി തമാമിൽ ഫറഹി, ഉദ്യോഗസ്ഥൻ ഞങ്ങളെ വളരെയധികം സന്തോഷത്തോടെ സ്വീകരിച്ചു. ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇസ്തഖ്ബല എന്നാണ്. ഇസ്തഖ്ബലന, ഇസ്തഖ്ബല മീൻസ് സ്വീകരിച്ചു. ഞങ്ങളെ സ്വീകരിച്ചു. അൽ മുവല്ലഫ്, ഹോട്ടലിലെ ഉദ്യോഗസ്ഥൻ. ബി തമാമിൽ ഫറഹി, അങ്ങേയറ്റം സന്തോഷത്തോടെ. ഇവിടെ 2 ചോദ്യങ്ങളുണ്ട്. ഹൽ സാഫർത്തും ഫി ത്വാഇറ, നിങ്ങൾ വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടോ?
ഉണ്ടെങ്കിൽ നഅം, ഇല്ലെങ്കിൽ ല. മാ ഉംനിയത്തുക്കും, നിങ്ങളുടെ ആഗ്രഹം എന്താണ്? നിങ്ങൾക്ക് ഒരു വലിയ ആഗ്രഹമുണ്ടാവും എല്ലാവർക്കും അല്ലേ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം, അതെന്താണെന്നാണ് ചോദ്യം. ഇനി ഹോട്ടലിലെ ഉദ്യോഗസ്ഥനുമായുള്ള ഒരു സംഭാഷണമാണ്. ഹോട്ടലിലെത്തിയ ഉടനെ നടക്കുന്ന സംഭാഷണം. അൽ മുവല്ലഫ് എങ്ങനെയാണ് ഇവരെ സ്വീകരിച്ചത്? അഹ്ലൻ വസഹ്ലൻ മർഹബൻ ബിക്കും, ഇവർക്ക് സ്വാഗതം പറഞ്ഞു. ഇതെല്ലാത്തിൻ്റെയും അർത്ഥം സ്വാഗതം എന്നാണ്. ഷമീൽ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. അഹ്ലൻ വസഹ്ലൻ ബിക്ക്, അഹ്ലൻ വസഹ്ലൻ പറഞ്ഞാൽ തിരിച്ചും അഹ്ലൻ വസഹ്ലൻ എന്ന് പറയാം. അൽ മുവല്ലഫ് അയ്യ നൗഇൻ മിനൽ ഖുറഫി തുഫദ്ദിൽ, ഏത് തരം റൂമാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്? അയ്യ നൗഇൻ, ഏത് തരം, മിനൽ ഖുറഫി, ഖുർഫത്തുൻ ജമ ഖുറഫ്, റൂമുകൾ. ഏത് തരം റൂമാണ് തുഫദ്ദിലു, താങ്കൾ പ്രിഫർ ചെയ്യുന്നത്, താങ്കൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നത്? ഏത് തരം റൂമാണ് വേണ്ടത്? ഷമീൽ ഖുർഫത്തൽ ആയില, ഉഫദ്ദിലു ഖുർഫത്തൽ ആയില, ഐ പ്രിഫർ ഫാമിലി റൂം, എനിക്ക് ഫാമിലി റൂമാണ് വേണ്ടത്. അൽ മുവല്ലഫ് മിൻ ഫദ്ലിക പ്ലീസ് സജ്ജിൽ തഫാസീല, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ രജിസ്റ്റർ ചെയ്യൂ. സജ്ജിൽ മീൻസ് രജിസ്റ്റർ ചെയ്യുക. അത്തഫാസിൽ ഡീറ്റെയിൽസ്, പേരും മറ്റ് വിവരങ്ങളുമൊക്കെ ഇവിടെ രേഖപ്പെടുത്തി വെക്കൂ. ഷമീൽ തബൻ, ഓഫ് കോഴ്സ്, തീർച്ചയായും. അങ്ങനെ രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം മുവല്ലഫ് പറയുകയാണ് തഫല്ലൽ, പ്ലീസ് വരൂ. ഖുർഫത്തുക്കും ഫിദ്ദൗരിൽ ഖാമിസ്, നിങ്ങളുടെ മുറി 5-ാം നിലയിലാണ്. ഖുർഫത്തുക്കും, നിങ്ങളുടെ റൂം, ഫിദ്ദൗരിൽ ഖാമിസ്, 5-ാം നിലയിലാണ്, 5th ഫ്ലോറിലാണ്. അദ്ദൗർ മീൻസ് നില, ഫ്ലോർ. ഷമീൽ ശുക്രൻ. അങ്ങനെ ഇവർ റൂമിലേക്ക് പോയി. ഇനി നഖ്റഉ വ നസ്തഅമിലു, നമുക്ക് വായിക്കാം, പ്രയോഗിക്കാം. അതായത് നസ്തഅമിലു ഫിൽ ജുംല, വാക്യത്തിൽ പ്രയോഗിക്കാം. ഇവിടെ അക്സറ ജമാലൻ എന്നുള്ള പ്രയോഗമുണ്ട്. ഇതാണ് വാക്യത്തിൽ പ്രയോഗിക്കേണ്ടത്. അതെങ്ങനെയാണ് വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്ന് നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതേ രൂപത്തിലുള്ള 2-3 സെൻറ്റൻസുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. തഫത്തഹത്തിൽ വർദ്ധത്തു, പനിനീർ പൂവ് വിരിഞ്ഞു. തഫത്തഹ, വിരിഞ്ഞു. അക്സറ ജമാലൻ, കൂടുതൽ ഭംഗിയോടെ. അതാണ് അക്സറ ജമാലൻ, അക്സറ എന്നുള്ളതിൻ്റെ പ്രയോഗം. തൊല അൽ ബദ്രു, ചന്ദ്രൻ ഉദിച്ചു. അക്സറ നൂഅൻ, കൂടുതൽ പ്രകാശത്തോടെ, നൂറ് പ്രകാശം. തൊല അത്തിശംസ്, സൂര്യൻ ഉദിച്ചു. അക്സറ ലിയാൻ, കൂടുതൽ വെളിച്ചത്തോടെ. അക്സർ, കൂടുതൽ. ഇനി ഇന്ദമ അർക്കബു ദറാജത്ത, ഞാൻ ബൈക്ക് ഓടിക്കുമ്പോൾ. റക്കിബ അർക്കബു, ഓടിക്കുക, വാഹനത്തിൽ കയറുക. ഞാൻ ബൈക്കിൽ കയറുമ്പോൾ. അൽബസുൽ ഹൂദത്ത, ഹെൽമറ്റ് ധരിക്കും. കയറുമ്പോൾ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് ഇന്ദമ ഉപയോഗിച്ചത്. ഇന്ദമ ഉസല്ലി, ഞാൻ നിസ്കരിക്കുമ്പോൾ. അത്തവല്ലഉ, വുളൂ ചെയ്യും. അതേപോലെ ഒന്ന് നമുക്കിവിടെ പൂരിപ്പിക്കണം. ഇതേ രൂപത്തിലുള്ള എന്ത് സെൻറ്റൻസും വെക്കാം. ഒരു ഉദാഹരണത്തിന്, ഇന്ദമ അത്തനാവലു ത്വആമ അഗ്സിലുൽ യദ, ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകും. ഇതേപോലെ വേറെയും സെൻറ്റൻസുകൾ സ്വയം ഉണ്ടാക്കി പരിശീലിക്കുക. ബിക്കുല്ലി ഫറഹിൻ, വളരെയധികം സന്തോഷത്തോടെ. ഖറജ്തു ഇലാ മുസല്ലൽ ഈദ്, ഈദ്ഗാഹിലേക്ക്, ഈദ് നമസ്കാര സ്ഥലത്തേക്ക് ഞാൻ പുറപ്പെട്ടു. ബിക്കുല്ലി ഫറഹിൻ, വളരെയധികം സന്തോഷത്തോടെ. അടുത്തത് തലക്കൽ മുസാരിഉ അൽ ജായിസത്ത, കർഷകൻ അവാർഡ് സ്വീകരിച്ചു. ബിക്കുല്ലി ഫറഹിൻ, അങ്ങേയറ്റം സന്തോഷത്തോടെ. അതേപോലെ അദ്ഹബു ഇലൽ മദ്രസത്തി, ഞാൻ സ്കൂളിലേക്ക് പോകുന്നു. ബിക്കുല്ലി ഫറഹിൻ, വളരെയധികം സന്തോഷത്തോടെ. ആ രൂപത്തിലുള്ള സെൻറ്റൻസുകൾ ഇവിടെ വെക്കാവുന്നതാണ്. ഇനി നഖ്റഉ വ നതദവ്വഖു, നമുക്ക് വായിക്കാം, ആസ്വദിക്കാം. അഹ്ലൻ വസഹ്ലൻ മർഹബൻ ബിക്കും, ഒരാൾ നമ്മുടെ അടുക്കലേക്ക് വന്നാൽ അയാളെ സ്വാഗതം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇതൊക്കെ. അഹ്ലൻ വസഹ്ലൻ, സ്വാഗതം. മർഹബൻ ബിക്കും. മിൻ ഫദ്ലിക, പ്ലീസ്, എന്തെങ്കിലും ചെയ്യാനൊക്കെ പ്ലീസ് എന്ന് പറയുമല്ലോ, അതിന് അറബിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് മിൻ ഫദ്ലിക്, പ്ലീസ്. തൊബാൻ, ഓഫ് കോഴ്സ്, തീർച്ചയായും. അഹ്ലൻ വസഹ്ലൻ ബിക, സ്വാഗതം പറഞ്ഞാൽ മറുപടിയായിട്ട് അഹ്ലൻ വസഹ്ലൻ ബിക എന്ന് പറയാം. തഫല്ലൽ, ഇതും പ്ലീസ് എന്നുള്ള അർത്ഥമാണ്. വരൂ എന്നും ഇരിക്കൂ, അതിനൊക്കെ തഫല്ലൽ എന്ന് പറയാം. ശുക്രൻ, താങ്ക് യു. ഇനി നഖ്റഉ നസ്സ, നമുക്ക് പാഠഭാഗം വായിച്ചു നോക്കാം. വനഖ്താറുൽ ജുമുഅ ലിൽ കലിമാത്തി താലിയത്തി, താഴെയുള്ള വാക്കുകൾക്ക് ജംഅ് കണ്ടുപിടിച്ചെഴുതാം. ജബലുൻ, മല. ജംഅ് ജിബാലുൻ.
നെഹ്റുൻ പുഴ, അൻഹാറുൻ ഗാബത്തുൻ കാട്, ഗാബാത്തുൻ ബഹറുൻ കടല്, ബിഹാറുൻ നമ്മുടെ പാഠഭാഗത്ത് വന്ന വാക്കുകളാണ് ഇതിൻ്റെ ജമകളൊക്കെ. അങ്ങനെ ബഅദൽ ഫത്തൂരി ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഖറജ്ന മഅൽ മുർഷിദി സിയാഹി ടൂറിസ്റ്റ് ഗൈഡിൻ്റെ കൂടെ ഞങ്ങൾ പുറപ്പെട്ടു. അൽ മുർഷിദു സിയാഹി ടൂറിസ്റ്റ് ഗൈഡ്. ആരാണ് ടൂറിസ്റ്റ് ഗൈഡ്? ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ ഗൈഡുമാരുണ്ടാകും. എന്തിനാണ്? ടൂറിസ്റ്റുകളെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനും അവർക്ക് ഓരോ സ്ഥലങ്ങളും കാണിച്ചു കൊടുക്കാനും അവയെപ്പറ്റി പറഞ്ഞു കൊടുക്കാനുമൊക്കെയുള്ള ആളുകളാണ് ടൂറിസ്റ്റ് ഗൈഡുകൾ. അങ്ങനെ ഞങ്ങളുടെ ടൂറിസ്റ്റ് ഗൈഡിൻ്റെ കൂടെ ഞങ്ങൾ പുറപ്പെട്ടു. ലിസിയാറത്തിൽ അമാക്കിനി സിയാഹിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ടൂറിസ്റ്റ് പ്ലേസുകൾ സന്ദർശിക്കാൻ വേണ്ടി. സമയത്തു മിനൽ മുർഷിദി ഗൈഡിൽ നിന്നും ഞാൻ കേട്ടു. അൻ മിസ്ര കസീറൻ ഈജിപ്തിനെ കുറിച്ച് ധാരാളമായി ഗൈഡിൽ നിന്നും ഞാൻ കേട്ടു. തഖൗ മിസ്റു ഫി ഖാറത്തി അഫ്രീഖിയ മിസ്ർ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിൽ. ഖാറത്ത് മീൻസ് കോണ്ടിനെൻറ്റ്, വൻകര, ഭൂഖണ്ഡം. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് മിസ്ർ സ്ഥിതി ചെയ്യുന്നത്. തഖൗ മീൻസ് സ്ഥിതി ചെയ്യുന്നു. യജ്രി ബിഹ നെഹ്റു നീൽ നെയിൽ നദി അതിൽ കൂടെ ഒഴുകുന്നു. ഈജിപ്തിൽ കൂടെ നെയിൽ നദി ഒഴുകുന്നുണ്ട്. ഈജിപ്തിൽ കൂടെ മാത്രമല്ല ഒരുപാട് രാജ്യങ്ങളിലൂടെ ഒഴുകി വന്ന് ഈജിപ്തിനെ മുഴുവനായി രണ്ടായി പിളർന്നുകൊണ്ട് ഒഴുകി മെഡിറ്ററേനിയൻ സീയിലേക്ക് ചെന്നു ചേരുന്ന വളരെ നീളമുള്ള, ലോകത്തിലെ ഏറ്റവും നീളമുള്ള നദിയാണ് നെയിൽ നദി. ഹുവ അത്വലു നെഹ്റിൻ ഫിൽ ആലം അത് ലോകത്തിലെ ഏറ്റവും നീളമുള്ള നദിയാണ്. തുറഫു മിസ്റു മിസ്ർ അറിയപ്പെടുന്നു. തുറഫു അറിയപ്പെടുന്നു എന്തായിട്ട്? എന്ത് പേരിൽ? ബിഹിബത്തി നീൽ നെയിലിൻ്റെ ദാനം. ഹിബത്ത് മീൻസ് ദാനം. നെയിലിൻ്റെ ദാനം എന്ന പേരിൽ ഈജിപ്ത് അറിയപ്പെടുന്നുണ്ട്. അതായത് ഈജിപ്തിലെ ജീവിതം എന്ന് പറയുന്നത് നെയിൽ നദിയെ ചുറ്റിപ്പറ്റിയുള്ള ജീവിതമാണ്. ഈജിപ്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും പാർപ്പിടങ്ങളും മറ്റു എല്ലാ കാര്യങ്ങളും നിലകൊള്ളുന്നത് നെയിൽ നദിയുടെ തീരങ്ങളിലാണ്. ഫീഹ അമാക്കിനു താരിഖിയത്തുൻ അദീദത്തുൻ അവിടെ ധാരാളം ചരിത്രപരമായ സ്ഥലങ്ങളുണ്ട്. അവിടെ മീൻസ് മിസ്റിൽ, ഫി മിസ്ർ ഈജിപ്തിൽ ധാരാളം ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളുണ്ട്. വവിജിഹാത്തുൻ സിയാഹിയത്തുൻ കഹീറത്തുൻ ധാരാളം വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. കൽ അഹ്റാമി പിരമിഡുകൾ പോലെ. ഹറമുൻ ജമ അഹ്റാം പിരമിഡ്സ്. വൽ മതഹഫിൽ മിസ്രി ഈജിപ്ഷ്യൻ മ്യൂസിയം പോലെ. വൽ മക്തബത്തുൽ ഇസ്കന്ദരിയ അലക്സാണ്ട്രിയയിലുള്ള ലൈബ്രറി പോലെ. വജാമിയത്തുൽ അസ്ഹർ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി പോലെ. വഖൽഅത്ത് സലാഹുദ്ദീൻ അൽ അയ്യൂബി സലാഹുദ്ദീൻ അൽ അയ്യൂബിയുടെ കോട്ട പോലെ. അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ അവിടെ കാണാനായിട്ടുണ്ട്. അങ്ങനെ അവർ അതൊക്കെ കാണാൻ വേണ്ടി പുറപ്പെട്ടു. അൽ കാഹിറത്തു ആസിമത്ത് മിസ്ർ കൈറോയാണ് ഈജിപ്തിൻ്റെ തലസ്ഥാനം. ബനഹ അൽ ഖായിദ് ജൗഹർ സഖലി അൽ ഖായിദ് ജൗഹർ സഖലിയാണ് കൈറോ പട്ടണം നിർമ്മിച്ചത്. സുർന ഹാദിഹിൽ അമാക്കിന ഈ പ്രദേശങ്ങളൊക്കെ ഞങ്ങൾ സന്ദർശിച്ചു. വതമത്തഅന ബിർരിഹലത്തി കസീറൻ ഈ യാത്ര ഞങ്ങൾ വളരെയധികം ആസ്വദിച്ചു. തമത്തഅ മീൻസ് ആസ്വദിച്ചു. തമത്തഅന ഞങ്ങൾ ആസ്വദിച്ചു. കാനത്ത് റിഹലത്തു മുംതിഅതൻ യാത്ര മുംതിഅത്തായിരുന്നു, ആസ്വാദ്യകരമായിരുന്നു, രസകരമായിരുന്നു. ബഅദ ഉസ്ബുഇൻ അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം റജഅന ഇലാ കേരള ഞങ്ങൾ കേരളത്തിലേക്ക് മടങ്ങി. അങ്ങനെ കേരളത്തിൽ നിന്നും ഈജിപ്തിൽ ടൂറ് പോയി തിരിച്ചു വന്നു. ഇവിടെ 3 ചോദ്യങ്ങളുണ്ട്. എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. അയിന തഖൗ മിസ്ർ മിസ്ർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അതിൻ്റെ ഉത്തരം ഇവിടെ തന്നെ ഉണ്ടല്ലേ. തഖൗ മിസ്റു ഫി ഖാറത്തി ഇഫ്രീഖിയ മിസ്ർ ആഫ്രിക്കൻ വൻകരയിൽ സ്ഥിതി ചെയ്യുന്നു. ബിമ തുഅറഫു മിസ്ർ മിസ്ർ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് ഇവിടെയുണ്ട്. തുഅറഫു മിസ്റു ബിഹിബത്തിൻ നീൽ മിസ്ർ നൈലിൻ്റെ ദാനം എന്ന പേരിൽ അറിയപ്പെടുന്നു. മൻ ജൗഹർ സഖലി ആരാണ് ജൗഹർ സഖലി? അദ്ദേഹമാണ് കൈറോ പട്ടണം സ്ഥാപിച്ചത്. അപ്പോൾ എങ്ങനെ എഴുതാം? ജൗഹർ സഖലി മുഅസ്സിസു മദീനത്തിൽ ഖാഹിറ. ജൗഹർ സഖലി കൈറോ പട്ടണത്തിൻ്റെ മുഅസ്സിസാണ്, സ്ഥാപകനാണ്. ഇങ്ങനെ എഴുതാം. ഇനി നഖറ ഉന്നസ്സ നമുക്ക് നസ് ടെക്സ്റ്റ് പാഠഭാഗം വായിക്കാം. വനഖ്താറുൽ വിജ്ഹാത്ത് സിയാഹിയ ഫി മിസ്ർ വനക്തബു ഈജിപ്തിലെ ടൂറിസ്റ്റ് പ്ലേസുകൾ ഏതൊക്കെയാണെന്ന് തിരഞ്ഞെടുത്ത് എഴുതാം. അത് നമ്മൾ നേരത്തെ മേലെ പഠിച്ചതാണ്. ഏതൊക്കെയാണവ? 1 അൽ അഹ്റാം പിരമിഡുകളാണ്. 2 അൽ മതഹഫുൽ മിസ്രി ഈജിപ്ഷ്യൻ മ്യൂസിയം.
പിന്നെ അൽ മക്തബത്തുൽ ഇസ്കന്ദരിയ അലക്സാണ്ട്രിയയിലുള്ള ലൈബ്രറി, ജാമിയത്തുൽ അസ്ഹർ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി, ജാമിയ മീൻസ് യൂണിവേഴ്സിറ്റി, ഖൽഅത്തു സലാഹുദ്ദീൻ അൽ അയ്യൂബി, സലാഹുദ്ദീൻ അയ്യൂബിയുടെ കോട്ട, ഖൽഅത്ത് മീൻസ് കോട്ട. ഇവയൊക്കെയാണ് ഈജിപ്തിലുള്ള പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസുകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. അടുത്തത് നസ്താമിലു ഫിൽ ജുമൽ, വാക്യത്തിൽ പ്രയോഗിക്കാം. 3 വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് അൽ ഫത്തൂർ ബ്രേക്ക്ഫാസ്റ്റ്, അൽ ഗദാ ലഞ്ച്, അൽ അഷാ ഡിന്നർ. ഇവ 3ഉം എങ്ങനെയാണ് വാക്യത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. തനാവൽത്തുൽ ഫത്തൂറ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. തനാവല മീൻസ് കഴിച്ചു. തനാവൽത്തു ഞാൻ കഴിച്ചു, അൽ ഫത്തൂറ ബ്രേക്ക്ഫാസ്റ്റ്. ഖബ്ലൽ ഖുറൂജി ഇലൽ മദ്രസ, സ്കൂളിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ്. ഖുറൂജി മീൻസ് പുറപ്പെടൽ. ഖബ്ലൽ ഖുറൂജി പുറപ്പെടുന്നതിന് മുമ്പ്, ഇലൽ മദ്രസ സ്കൂളിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതേപോലെ ഇവിടെയും നമ്മൾ പൂരിപ്പിക്കണം. തനാവൽത്തുൽ ഗദാ, ഞാൻ ലഞ്ച് കഴിച്ചു. തനാവൽത്തു ഞാൻ കഴിച്ചു, അൽ ഗദാ ലഞ്ച്. ഫിൽ മദ്രസത്തി, സ്കൂളിൽ വെച്ച്, സ്കൂളിൽ നിന്നും ഞാൻ ലഞ്ച് കഴിച്ചു. അടുത്തത് തനാവൽത്തുൽ അഷാ, ഞാൻ ഡിന്നർ കഴിച്ചു. ബഅദ ദിറാസത്തി, പഠനത്തിന് ശേഷം, പഠിച്ചതിന് ശേഷം ഞാൻ ഡിന്നർ കഴിച്ചു. അടുത്ത വൻകരകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ആ ഓരോ വൻകരയുടെയും പേര് നമുക്ക് അറബിയിൽ എഴുതാം. നഖ്റഉ വ നുക്മിലു, വായിച്ച് പൂരിപ്പിക്കാം. ഒന്നാമത് കൊടുത്തിരിക്കുന്നത് ഖാറത്തു അന്റാർക്ടിക്ക, അന്റാർക്ടിക്ക റായിനെ ഫത്ഹ് ചെയ്തുകൊണ്ട് വായിച്ചു. അന്റാർട്ടിക്ക എന്ന ഭൂഖണ്ഡം, ഇതാണ് അന്റാർട്ടിക്ക. ഇനി ഖാറത്തു അംരീക്ക അൽ ജനൂബിയ, തെക്കേ അമേരിക്ക, ഇതാണ് സൗത്ത് അമേരിക്ക, തെക്കേ അമേരിക്ക. അടുത്തത് നമ്മൾ പൂരിപ്പിക്കണം. ഖാറത്തു അംരീക്ക അഷമാലിയ, വടക്കേ അമേരിക്ക, നോർത്ത് അമേരിക്ക, US കാനഡയും ഒക്കെ അടങ്ങിയിരിക്കുന്ന നോർത്ത് അമേരിക്ക. ഇനി ഖാറത്തു ഇഫ്രിഖിയ, ആഫ്രിക്ക, ഇതാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡം, മഞ്ഞ നിറത്തിലുള്ള. അടുത്തത് ഖാറത്തു ഉറുബ, യൂറോപ്പ്, റഷ്യയുടെ ചെറിയൊരു ഭാഗം യൂറോപ്പിൽപ്പെട്ടതാണ്, ബാക്കിയുള്ള വലിയ ഭാഗം ഏഷ്യയിൽപ്പെട്ടതാണ്. അടുത്തത് ഖാറത്തു ഏഷ്യ, ഏഷ്യ ഭൂഖണ്ഡം ഏറ്റവും വലിയ ഭൂഖണ്ഡമാണ്, അക്ബർ ഖാറത്ത്. ലാസ്റ്റ് ഖാറത്തു ഉസ്തുറാലിയ, ഓസ്ട്രേലിയൻ ഭൂഖണ്ഡം. ഓസ്ട്രേലിയൻ ഭൂഖണ്ഡം ഓസ്ട്രേലിയ എന്ന രാജ്യവും ടസ്മാനിയ എന്ന ഈ ചെറിയ ദ്വീപും ഇവിടെയുള്ള ന്യൂഗിനിയ ദ്വീപ്, പാപ്പുവ ന്യൂഗിനിയയും ഇന്തോനേഷ്യയുടെ തെക്ക് ഭാഗവും അടങ്ങിയിരിക്കുന്നു. ന്യൂഗിനിയ ദ്വീപും മറ്റു ചില ചെറിയ ദ്വീപുകളും അടങ്ങിയിരിക്കുന്നതാണ് ഓസ്ട്രേലിയൻ ഭൂഖണ്ഡം. ഇനി നഖ്റഉൽ ബയാനാത്തി വ നഫ്ഹമു, നമുക്ക് താഴെയുള്ള ബയാനാത്ത് വായിക്കാം, മനസ്സിലാക്കാം. പിരമിഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹാദിഹി അഹ്റാമു മിസ്ർ, ഇവ ഈജിപ്തിലെ പിരമിഡുകളാണ്. ഹാദിഹി മീൻസ് ഇവ. ബനാഹ മുലൂക്കു മിസ്ര ഫി സമനിൽ ഖദീം, പുരാതന കാലത്ത് ഈജിപ്തിലെ രാജാക്കന്മാർ നിർമ്മിച്ചതാണ് ഈ പിരമിഡുകൾ. ബനാഹ, അവയെ നിർമ്മിച്ചു. മുലൂക്കു മിസ്ര, ഈജിപ്തിലെ രാജാക്കന്മാർ. ഫി സമനിൽ ഖദീം, പഴയ കാലത്ത്, പുരാതന കാലത്ത്. ഹിയ മിനൽ അജാഇബിൽ ആലമിയ, അവ ലോകാത്ഭുതങ്ങളിൽപ്പെട്ടതാണ്. അടുത്തത് ഹാദിഹിയ ഖൽഅത്തു സലാഹുദ്ദീൻ അൽ അയ്യൂബി, സലാഹുദ്ദീൻ അൽ അയ്യൂബിയുടെ കോട്ടയാണ് ഇവിടെ കാണുന്നത്. തഖഉ ഫിൽ ഖാഹിറ, അത് കൈറോയിൽ സ്ഥിതി ചെയ്യുന്നു. ബുനിയത്ത് സനത്ത് അൽഫിൻ വ മിഅത്തിൻ വ സലാസത്തിൻ വ സമാനിയൻ മീലാദിയ, 1183 നിർമ്മിക്കപ്പെട്ടത്. ഫി അഹദി സലാഹുദ്ദീൻ അൽ അയ്യൂബി, സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലഘട്ടത്തിൽ. അഹദ് മീൻസ് കാലഘട്ടം. അടുത്തത് ഹാദിഹി ജാമിയത്തുൽ അസ്ഹർ, ഇത് അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയാണ്. മിൻ അഖ്ദമിൽ ജാമിയാത്ത് ബി മിസ്ർ, ഈജിപ്തിലെ ഏറ്റവും പുരാതനമായ യൂണിവേഴ്സിറ്റികളിൽപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി. ഇവിടെ മിൻ എന്ന് വേണമെന്നില്ല, കാരണം ഹിയ അഖ്ദമുൽ ജാമിയാത്ത് ബി മിസ്ർ, മിസ്റിലെ ഏറ്റവും പുരാതനമായ യൂണിവേഴ്സിറ്റി തന്നെയാണ് ജാമിയത്തുൽ അസ്ഹർ. ബനാഹ അൽ ഖാഹിദു ജൗഹറുസഖ്ലി, ജൗഹറുസഖ്ലിയാണത് നിർമ്മിച്ചത്. ആമ 970 മിലാദി, 970 നിർമ്മിച്ചിട്ടുണ്ട്. അടുത്തത് കാണുന്നത് ഹാദ മതഹഫ് മിസ്ർ, മിസ്റിലെ മ്യൂസിയമാണ്. മതഹഫ് മീൻസ് മ്യൂസിയം. അഹദു അക്ബരി മതാഹിഫ് ഫിൽ ആലം, ലോകത്തിലെ ഏറ്റവും വലിയ
മ്യൂസിയങ്ങളിൽപ്പെട്ട ഒരു മ്യൂസിയമാണ് ഈജിപ്തിലുള്ള മ്യൂസിയം. യഖൗഫിൽ കാഹിറ, അത് കൈറോയിൽ സ്ഥിതി ചെയ്യുന്നു. ഉസ്സിസ, സ്ഥാപിക്കപ്പെട്ടു. ഹാദൽ മത്ഹഫ്, ഈ മത്ഹഫ് ആമ 1835 മിലാദിയ, 1835 ഈ മത്ഹഫ്, ഈ മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടത്. ഇനി നുലാഹിദു അൽ മഷഹദ, നമുക്ക് താഴെയുള്ള ചിത്രങ്ങൾ, രംഗങ്ങൾ നിരീക്ഷിക്കാം. വനുയിദുൽ ബയാനാത്ത് ബിമുസാഅദത്തി നിഖാത്ത്, പോയിന്റുകളുടെ സഹായത്തോടെ ബയാൻ തയ്യാറാക്കാം, വിവരണം തയ്യാറാക്കാം. താഴെ താജ്മഹലിൻ്റെ ചിത്രം കൊടുത്തിരിക്കുന്നത് കാണാം. അതിനെക്കുറിച്ച് ഇവിടെ ഒരു 3 സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. ആ സെൻറ്റൻസുകൾ, അതാണ് നിഖാത്ത് എന്ന് പറഞ്ഞത്, പോയിന്റുകൾ. 3 നിഖാത്ത്, 3 പോയിന്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പോയിന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു വിവരണം, ഒരു ബയാന് തയ്യാറാക്കാം. ആ ബയാനാണ് ഇവിടെ കാണുന്നത്. ഇതേപോലെ താഴെ കൊടുത്തിരിക്കുന്ന മറ്റ് ചിത്രങ്ങളുടെയും ബയാൻ നമുക്ക് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ബന അൽ മലിക്കു ഷാജഹാൻ, ഷാജഹാൻ ചക്രവർത്തി നിർമ്മിച്ചു. മിനൽ അജായിബിൽ ആലമിയ, ലോകാത്ഭുതങ്ങളിൽപ്പെട്ടത്. ബി ആഗ്ര ഫി ഹിന്ദ്, ഇന്ത്യയിലെ ആഗ്രയിൽ. ഹാദ മബ്ന താജ്മഹൽ. ഇനി ഈ പോയിന്റുകൾ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ബയാൻ ഉണ്ടാക്കിയത് എന്ന് നോക്കാം. ഹാദ മബ്ന താജ്മഹൽ, ഇത് താജ്മഹൽ കെട്ടിടമാണ്. മബ്ന മീൻസ് കെട്ടിടം. ഹുവ മിനൽ അജായിബിൽ ആലമിയ, ഇത് ലോകാത്ഭുതങ്ങളിൽപ്പെട്ട ഒന്നാണ്. യഖഉ ബി ആഗ്ര ഫിൽ ഹിന്ദ്, ഇന്ത്യയിലെ ആഗ്രയിലാണിത് സ്ഥിതി ചെയ്യുന്നത്, ഉത്തർപ്രദേശിലെ ആഗ്രയിൽ. ബനാഹുൽ മലിക്കു ഷാജഹാൻ, ഷാജഹാൻ ചക്രവർത്തിയാണ് ഇത് നിർമ്മിച്ചത്. ഇനി അടുത്ത ചിത്രം കാണുന്നത് മസ്ജിദു ചേരമാനാണ്, ചേരമാൻ മസ്ജിദ്. ഇത് ഫി വിലായത്ത് കേരള, കേരള സംസ്ഥാനത്തിലാണ്. അക്ദമു മസ്ജിദിൻ ഫിൽ ഹിന്ദ്, ഇന്ത്യയിലെ ഏറ്റവും പഴയ പള്ളിയാണ് ചേരമാൻ മസ്ജിദ്. ഇത് കേരളത്തിലെ തൃശ്ശൂരിലെ കൊടുങ്ങല്ലൂരാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കിതിനെക്കുറിച്ച് എങ്ങനെ എഴുതാം? ഹാദ മസ്ജിദ് ചേരമാൻ, ഇത് ചേരമാൻ പള്ളിയാണ്. ഹുവ അക്ദമു മസ്ജിദിൻ ഫിൽ ഹിന്ദ്, അത് ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായ പള്ളിയാണ്. യഖഉ ബി കൊടുങ്ങല്ലൂർ ബി വിലായത്ത് കേരള, കേരള സംസ്ഥാനത്തിലെ കൊടുങ്ങല്ലൂരിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ബനാഹു മാലിക് ബിൻ ദീനാർ, മാലിക് ബിൻ ദീനാറാണത് നിർമ്മിച്ചത്. അടുത്തത് മബ്ന സെക്രട്ടേറിയറ്റ്, സെക്രട്ടേറിയറ്റ് കെട്ടിടമാണ്, തിരുവനന്തപുരത്തുള്ള സെക്രട്ടേറിയറ്റ് ബിൽഡിംഗ്. അതിനെക്കുറിച്ച് എങ്ങനെ എഴുതാം? ഹാദ മബ്ന സെക്രട്ടേറിയറ്റ്, ഇത് സെക്രട്ടേറിയറ്റ് ബിൽഡിംഗ് ആണ്. യഖഉ ബി തിരുവനന്തപുരം ഫി വിലായത്ത് കേരള, കേരളത്തിലെ തിരുവനന്തപുരത്താണിത് സ്ഥിതി ചെയ്യുന്നത്. ബനാഹുൽ മലിക്കു ആയില്യം തിരുനാൾ, ആയില്യം തിരുനാൾ രാജാവാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നുക്മിലുൽ ജുമല, ജുംലകൾ, സെൻറ്റൻസുകൾ നമുക്ക് പൂരിപ്പിക്കാം. വനഉദ് മുദക്കിറത്ത രഹിലത്തിൻ, യാത്രാ വിവരണം, എന്നിട്ട് യാത്രാ വിവരണം തയ്യാറാക്കാം. ഇല സാഹിലിൽ ബഹരി, കടൽ തീരത്തേക്ക് പോയ ഒരു യാത്രാ വിവരണം തയ്യാറാക്കാം. ബി മുസാദത്തി സുവർ, ചിത്രങ്ങളുടെ സഹായത്തോടെ. ഇവിടെ കോളത്തിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ആദ്യം നോക്കാം. റഅയ്തു, ഞാൻ കണ്ടു. ലഅബ്തു, ഞാൻ കളിച്ചു. സബഹത്തു, ഞാൻ നീന്തി. ശരിബ്തു, ഞാൻ കുടിച്ചു. ഈ ഓരോ വാക്കുകളും യോജിച്ച സ്ഥലത്ത് ചേർക്കാം. ഇവിടെ കുട്ടികൾ കളിക്കുന്നതാണ് കാണുന്നത്, അപ്പോൾ ലഅബ്തു ആണ് അവിടെ വേണ്ടത്. ലഅബ്തു മഅൽ അസ്ദിഖായി, ഞാൻ കൂട്ടുകാരോടൊപ്പം കളിച്ചു. ഫി സാഹിലിൽ ബഹരി, കടൽ തീരത്ത്. അടുത്തത് കുട്ടികൾ പട്ടം പറത്തുന്നതാണ് കാണുന്നത്. അപ്പോൾ ആദ്യത്തെ വാക്ക് റഅയ്തു ഇവിടെ വെക്കാം. റഅയ്തുൽ ഔലാദ, കുട്ടികളെ ഞാൻ കണ്ടു. യൽഅബുന, അവർ കളിക്കുന്നു. ബി ത്വാഇറാത്തിൽ വറഖിയ, പട്ടങ്ങൾ കൊണ്ട്. അപ്പോൾ റഅയ്തുൽ ഔലാദ യൽഅബുന ബി ത്വാഇറാത്തിൽ വറഖിയ, പട്ടം പറത്തിക്കൊണ്ട് കളിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടു. മൂന്നാമത്തത് നീന്തുകയാണ്. അപ്പോൾ ഇവിടെ സബഹത്തു എന്നുള്ളത് വെക്കാം. സബഹത്തു മഅൽ അസ്ദിഖായി, ഞാൻ കൂട്ടുകാരോടൊപ്പം നീന്തി. എവിടെ? ഫിൽ ബഹരി, കടലിൽ കൂട്ടുകാരോടൊപ്പം ഞാൻ നീന്തി. അടുത്തത് ഷാഹത്തു ഡേഷ് ഫിൽ ബഹരി, ഇവിടെ കാണുന്നത് തോണിയാണ്. തോണിക്ക് ഖാരിബ് എന്ന് പറയും. ഷാഹത്തുൽ ഖാരിബ ഫിൽ ബഹരി, കടലിൽ ഞാൻ തോണി കണ്ടു. അടുത്തത് കുടിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ശരിബ്തു മഅൽ അസ്ദിഖായി, കൂട്ടുകാരോടൊപ്പം ഞാൻ കുടിച്ചു. അൽ ഖഹ്വത്ത, കാപ്പി കുടിച്ചു. മിനൽ മഖഹ, കോഫി ഷോപ്പിൽ നിന്നും. ഇനി ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്കൊരു മുദക്കിറത രഹില,
യാത്രാ വിവരണം തയ്യാറാക്കാം. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ദഹബ്തു മഅ അസ്ദിഖാഇ ഇലാ സാഹിലിൽ ബഹർ. ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം കടൽ തീരത്തേക്ക് പോയി. വക്കാന മൻദറുൽ ബഹരി ജമീലൻ ജിദ്ദൻ. കടലിൻ്റെ കാഴ്ച വളരെയധികം മനോഹരമായിരുന്നു. വക്കാന മൻദറുൽ ബഹരി, കടലിൻ്റെ വ്യൂ, കാഴ്ച, ജമീലൻ ജിദ്ദൻ, വളരെയധികം മനോഹരമായിരുന്നു. റഅയ്ന, ഞങ്ങൾ കണ്ടു, ഹുനാക്ക, അവിടെ, ഔലാദൻ, കുട്ടികളെ കണ്ടു, യൽ അബൂന ബിത്വാഇറാത്തുൽ വറഖിയ, പട്ടങ്ങൾ കൊണ്ട് കളിക്കുന്ന. ലഅബ്ന ഖുറത്തൽ ഖദമി അല റമാലി ഫി ഷാത്തിഇ. കടൽ തീരത്തുള്ള മണലിൽ ഞങ്ങൾ ഫുട്ബോൾ കളിച്ചു. ലഅബ്ന, ഞങ്ങൾ കളിച്ചു, ഖുറത്തൽ ഖദം, ഫുട്ബോൾ, അല റമാൽ, മണലിൽ, പൂഴിയിൽ. എവിടെയുള്ള പൂഴിയിൽ? ഫി ഷാത്തിഇ. ഷാത്തിഇ മീൻസ് തീരം, കടൽ തീരത്തുള്ള. ബഅദൽ ലഅബി, കളിയുടെ ശേഷം, നസൽന ഇലൽ ബഹരി, ഞങ്ങൾ കടലിലേക്ക് ഇറങ്ങി, വസബഹന, എന്നിട്ട് നീന്തി. കാനത്ത് ഹുനാക്ക ഖവാരിബു സയ്യാദീൻ, അവിടെ മീൻപിടുത്തക്കാരുടെ ഖവാരിബ്, തോണികൾ ഉണ്ടായിരുന്നു. ഖാരിബ് ജമ ഖവാരിബ്. വക്കാനത്ത് റിഹ്ലത്തു മുംതിഅതൻ ജിദ്ദൻ, യാത്ര വളരെയധികം രസകരമായിരുന്നു, ആസ്വാദ്യകരമായിരുന്നു. ഇങ്ങനെയാണ് യാത്രാ വിവരണം തയ്യാറാക്കേണ്ടത്. ഇതോടെ ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠം അവസാനിച്ചു. അടുത്ത വീഡിയോയിൽ രണ്ടാമത്തെ പാഠം പഠിക്കാം.